വയനാട് തിരുനെല്ലി തോൾപ്പെട്ടി വന്യജീവി സങ്കേതത്തിലൂടെയുള്ള നൈറ്റ് സഫാരി വന്യമൃഗ മനുഷ്യ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് കാർ യാത്രികർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടിക്കുളം തിരുനെല്ലി റൂട്ടിൽ വനപാതയിലൂടെ ഒരു കാർ ആനയെ തൊട്ടില്ല എന്നുള്ള രീതിയിൽ പോകുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിരുന്നു. ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. കാറിൽ സഞ്ചരിച്ചിരുന്നവർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആന വഴിയരികിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാർ എടുത്തു പോയതെന്നടക്കമുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു. ആ കാറിൽ ഉണ്ടായിരുന്ന ആൾ ഈ പ്രദേശവാസി കൂടിയായ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാളാണ്. ഒപ്പം തന്നെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എന്താണ് ആ സമയത്ത് ഉണ്ടായത്, അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം തന്നെ പറയും. രഞ്ജിത്ത്, എന്താണെന്ന് സംഭവിച്ചിരിക്കും? ഇന്ന് ഞങ്ങൾ കർണാടകയിൽ വർക്കും കഴിഞ്ഞ് തിരുനെല്ലി ഒരു ഗ്ലാസ് ഇടാൻ വേണ്ടി പോയതായിരുന്നു ഒരു ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ കുരങ്ങ് ശല്യം കൂടുതലാണ്, ഇത്ര രാത്രിയാണെങ്കിൽ നിങ്ങളൊന്ന് വന്ന് ഗ്ലാസ് ഇട്ട് തരണം എന്ന് പറഞ്ഞു. ഞങ്ങൾ വർക്കും കഴിഞ്ഞു, ശനിയാഴ്ച രാത്രിയാണല്ലോ. സ്വാഭാവികമായും തിരുനെല്ലിയിലേക്ക് പോകുമ്പോൾ തൊട്ടിപ്പുറത്ത് കുറേ വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ബൈക്കും കാറും, പിന്നെ കുറേ കാട്ടിലേക്കൊക്കെ ലൈറ്റ് അടിച്ച് തൊട്ട് മുന്നിൽ ബസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താക്കി, ഞങ്ങൾ നാട്ടുകാർ തന്നെയാണല്ലോ, നമുക്കിത് ആനേനെ കാണേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ല. നമ്മളെന്നും തന്നെ നമ്മൾ രാവിലെ എണീച്ച് നോക്കുമ്പോൾ കാണുക ഈ ആനേനെ തന്നെയാണ് കണി കാണുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ എന്താക്കി, വണ്ടിയെടുത്ത് പോയപ്പോൾ ആന സ്വാഭാവികമായിട്ടും നമ്മൾ നേരെ ഇങ്ങനെ ഓടി വന്ന്. അപ്പോൾ വണ്ടി ഓടിച്ചാൽ ഒരു പേടിയായി, വണ്ടി ഒരു സ്റ്റെക്കായി അങ്ങനെ. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് വണ്ടി എടുത്ത് പോയി. യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ് ഉണ്ടായത്. നിങ്ങൾ ആനയെ കണ്ടിട്ട് വണ്ടി അങ്ങ് എടുത്തു പോയിരുന്നത്. ശരിക്കും യഥാർത്ഥ കാരണം അതായിരുന്നില്ല. ടൂറിസ്റ്റുകൾ നിൽക്കുമായിരുന്നു അവിടെ അല്ലേ? ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ വലിയ ലൈറ്റും സന്നാഹമൊക്കെ വെച്ച് നിൽക്കുമായിരുന്നു. അതെ, അതാണ് സംഭവിച്ചത്. ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. അപ്പോഴത്തേക്ക് ആന ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആന ഞങ്ങൾ നേരെ വന്നു. ഞങ്ങൾ നേരെ വർക്കും കഴിഞ്ഞ് നേരെ തിരിച്ചു വരാൻ നേരത്ത് ഫോറസ്റ്റുകാർ വന്നു, നമ്മളിവിടെ കൂട്ടിയിട്ട് വന്നു. പിന്നെ വണ്ടിക്കൊന്നും സംഭവിച്ചില്ല, നമുക്കൊന്നും സംഭവിച്ചില്ല പറഞ്ഞ് എഴുതി ഒപ്പിട്ട് ഇതാക്കി പോയിക്കോളാൻ പറഞ്ഞു. ഈ ആനകളൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഇങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു വലിയ രീതിയിൽ, ബസ് മാത്രമല്ല മറ്റ് നൈറ്റ് സഫാരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധി നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ? ഈ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലേ? നമ്മളെപ്പോലെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ഒരുപാട് നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മളെ വണ്ടീൻ്റെ പുറകെ ഓടി വരും. ഇവർക്ക് 4 വീല് വണ്ടിയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. നമ്മൾ ചിലപ്പോൾ സ്കൂട്ടറിലായിരിക്കും, ചിലപ്പോൾ കാറിലായിരിക്കും. ഒരു വണ്ടി എടുത്ത് പോകും, തൊട്ട് ബേക്കിൽ വരും, നമ്മളെയാണ് ഈ ആന ഓടിക്കുക. യഥാർത്ഥത്തിൽ ഇവർ അതിനകത്ത് നിരപരാധികൾ തന്നെയാണ്. കാരണം ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു ആധിക്യം ഉണ്ടായിരുന്നു, മറ്റ് സഞ്ചാരികളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ ആനയെ നോക്കി നിൽക്കുന്നൊരവസ്ഥ. മാത്രമല്ല വലിയ ലൈറ്റും സന്നാഹങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്. അത് സ്വാഭാവികമായും ആനകൾ പ്രകോപിതരാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നൈറ്റ് സഫാരി അടക്കമുള്ള പ്രതിസന്ധി ഈ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഇത് ഇവിടുത്തെ നൈറ്റ് സഫാരി അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രണം വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും നാട്ടുകാരൊക്കെ ഉന്നയിക്കുന്ന വാദവും അതുതന്നെയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.